ഇവിടെയും ഈ ചുറ്റുകൊണ്ട് തന്നെയാണോ എന്താണ് മനസ്സിലാക്കുന്നത്? അത് ഇഞ്ചുറി മുഴുവൻ നമുക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല. എന്തായാലും തലയ്ക്ക് അടിയേറ്റതാണ്. പക്ഷെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ചുറ്റിക കൊണ്ട് തന്നെയാണ്. അതായിരിക്കണം. ഇവിടുത്തെ രണ്ട് മൃതദേഹം ഒരേ സ്ഥലത്ത് തന്നെയാണോ അതോ മാറിയാണോ? അല്ല, ഒന്ന് സോഫയിലിരിക്കുന്നതായിട്ടും മറ്റൊന്ന് അടുക്കള ഭാഗത്ത് കിടക്കുന്നതായിട്ടാണ്. വേറെ പിടിവലിയോ അങ്ങനെയൊക്കെ നടന്നതിന്റെ ലക്ഷണം? ഇപ്പോൾ ഇവിടെ റൂറൽ എസ് പി ആണ് സുദർശൻ കേസാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ പ്രാഥമിക സൂചന പ്രകാരം ചുറ്റിക കൊണ്ട് തന്നെയാണ് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അത് പ്രാഥമിക സൂചന മാത്രമാണ്. പക്ഷേ കൂടുതൽ വിവരം ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടുപേരെയും രണ്ട് നിലയിലാണ്, അതായത് ഒരാളെ ഇരിക്കുന്ന നിലയിലും മറ്റൊരാളെ അടുക്കളയിൽ കിടക്കുന്ന നിലയിലുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടിരിക്കുന്നത്. ഒരേ ആയുധം കൊണ്ട് മൂന്നിടങ്ങളിലായി രക്തബന്ധത്തിലുള്ള 4 പേരെ, ഒപ്പം പെൺസുഹൃത്തിനെയും കാമുകിയെയും, അങ്ങനെ 5 പേരുടെ ജീവനെടുത്ത അഫാൻ എന്ന പ്രതിയുടെ മാനസിക നില, അയാളുടെ മനസ്സിൽ എന്തായിരുന്നു, അയാൾ ചിന്തിച്ചു കൂട്ടിയതും പ്രവർത്തിച്ചതും എന്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ എന്ത് കാരണത്തിൻ്റെ പുറത്ത് എന്നത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വിറയലുണ്ടാവുന്ന, നടുക്കമുണ്ടാവുന്ന സംഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അഫാൻ്റെ ഈ പ്രതിയുടെ ബന്ധുക്കൾ, ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളൊക്കെയും പറയുന്നത് എങ്ങനെ ഈ 23 വയസ്സുകാരൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്നത് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്നാണ്. ആ വിശ്വസനീയതയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് ഈ കൃത്യങ്ങൾ ഏതൊക്കെ സമയത്ത് നടത്തി, ഇതിനിടയിൽ എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നതൊക്കെയും ഇനി പുറത്തു വരേണ്ടതാണ്. പോലീസ് അത്തരത്തിലുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ.